നിലനിൽക്കുന്ന ആദർശം പറയുന്നതെങ്കിൽ ചെവി കൊടുക്കരുത്. നമുക്ക് ശത്രുവിനെ സൃഷ്ടിക്കാനോ ഒരു ശത്രുവിനെ രൂപപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഒരു രാഷ്ട്രീയ മൈൻഡ് ഉണ്ടാക്കിയെടുക്കാനോ അല്ല നമ്മൾ നോക്കേണ്ടത്. മതപരമായിട്ടാണെങ്കിലും ചിലരൊക്കെ കാണാം മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് അംഗീകൃതമല്ലാത്തൊരു പേര് കൊണ്ട് ഒരാൾ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർക്ക് ഒരു ശത്രു കേന്ദ്രീകൃത മൈൻഡ് സെറ്റ് ഉണ്ട് എന്നാണ്. നമ്മൾ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കുമല്ലോ. ആ വാക്കുകളെല്ലാം ഒരു അവർക്ക് ഓതറൈസ്ഡ് ആയിട്ട് നൽകാത്തൊരു വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ റിയലായിട്ടുള്ള ഒരു വക്താക്കളല്ല, ഭരിച്ച് ഒരു വിദ്വേഷത്തിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ പേര് വിളിക്കുന്നത്. സ്പെഷ്യൽ പേര് പലപ്പോഴും വൃത്തികെട്ട പേരുകളൊക്കെ വിളിക്കുന്നത്. നമുക്കറിയാം ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു മാറ്റം നമ്മൾ ഇന്ന് അമേരിക്കൻ ഇലക്ഷനിൽ കണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് അന്ന് മുൻകാലത്ത് വന്നപ്പോൾ അദ്ദേഹം അതിഭീകരമായിട്ട് ഒരു മറ്റുള്ളവരെയൊക്കെ വിദ്വേഷ രൂപം പ്രകടിച്ചിരുന്ന ഒരാളിപ്പം ഒരുപാട് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മാറാൻ കാരണമായ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ കഥ പറയണം. ഇന്നൊരു പെന്തക്കോസ്റ്റ് സിസ്റ്റർ വന്നപ്പോൾ ഞാൻ